നമസ്കാരം. ചാരക്കേസിൻ്റെ പിന്നാമ്പുറ കഥകൾ ഒട്ടനവധിയുണ്ട്. പലപ്പോഴും ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്പിനാരായണനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ്. മറിയം റഷീദയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല, മറിയം റഷീദയെ പോലുള്ള യുവതിയെ ലൈംഗിക ആവശ്യത്തിന് ലഭിക്കാത്തതിൻ്റെ പേരിൽ വിജയനെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ തേർവാഴ്ചയുടെ ഒരു വേദനിപ്പിക്കുന്ന ചിത്രമായിരുന്നു ചാരക്കേസ് എന്ന് ഇപ്പോൾ CBI അടക്കം പറയുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ നമ്പിനാരായണൻ്റെ അറസ്റ്റ് അത് നടന്നു. ഈ നമ്പിനാരായണൻ്റെ അറസ്റ്റിന് പിന്നാലെ രമൺ ശ്രീവാസ്തവയെ അറസ്റ്റ് ചെയ്യാൻ അന്ന് IB ശ്രമിച്ചിരുന്നു. അത് നടക്കില്ല എന്ന് DGP മധുസൂദനൻ IBയോട് പറയുകയും ചെയ്തു. നിലത്താഞ്ഞു ചവിട്ടിക്കൊണ്ടാണ് അവർ അന്ന് ആ രോഷം പ്രകടിപ്പിച്ചത് എന്നും മുഖ്യമന്ത്രി K. കരുണാകരൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വിളിച്ചാണ് കേസ് CBIക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ. അതോടുകൂടിയാണ് ഈ കെട്ടിച്ചമച്ച നുണക്കഥകളൊക്കെ പൊളിഞ്ഞു തുടങ്ങുന്നത്. 1994 നവംബർ മാസം 30 വൈകുന്നേരത്തോടെ ISRO ശാസ്ത്രജ്ഞനായ നമ്പിനാരായണൻ്റെ വീടിന് മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നു. 2 ഉദ്യോഗസ്ഥർ അതിൽ നിന്നിറങ്ങി. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടേഴ്സ് യോഗേഷും SI തമ്പി S. ദുർഗാദത്തും ഇരുവരും നമ്പിനാരായണൻ്റെ വാതിൽപ്പടിയിലെത്തി കഥയിൽ മുട്ടി. ആ വാതിൽ തുറന്ന് നമ്പിനാരായണൻ പുറത്തു വരുന്നു. വളരെ സൗമ്യമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് സംസാരിച്ചത്. സ്റ്റേഷനിലേക്ക് വരണമെന്നവർ ആവശ്യപ്പെടുന്നു. വേഷം മാറി നമ്പിനാരായണൻ അവരോടൊപ്പം ഇറങ്ങുന്നു. ജീപ്പിൽ എവിടെ ഇരിക്കണമെന്ന് നമ്പിനാരായണൻ ചോദിച്ചപ്പോൾ മുൻ സീറ്റിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഇരിക്കാം എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി എന്ന് പറയപ്പെടുന്നത്. ISRO എന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ ഒരു പ്രധാന ശാസ്ത്രജ്ഞനായിരുന്നല്ലോ ഈ നമ്പിനാരായണൻ. LPSC ഡെപ്യൂട്ടി ഡയറക്ടർ, PSLV പ്രോജക്ട് ഡയറക്ടർ, ക്രയോജനിക് ടെക്നോളജി അസോസിയേറ്റ് ഡയറക്ടർ എന്നിങ്ങനെ അതിപ്രധാനമായിട്ടുള്ള പല ചുമതലകളും വഹിച്ചിരുന്ന പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു ശാസ്ത്രജ്ഞൻ. അന്ന് ഈ CI യോഗേഷും SI തമ്പി S. ദുർഗാദത്ത് എന്നിവരോടൊപ്പം പോലീസ് ജീപ്പിൽ കയറിയ നമ്പിനാരായണൻ്റെ ആ യാത്ര എന്ന് പറയപ്പെടുന്നത് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാനം കുറിക്കുന്നതായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്പിനാരായണൻ അറസ്റ്റിലെന്ന വലിയ തലക്കെട്ടുകളോടെയാണ് പിറ്റേന്നത്തെ പത്രങ്ങളൊക്കെ ഇറങ്ങിയത്. ISRO ചാരക്കേസ് വലിയ വിവാദമായി വളരാൻ തുടങ്ങിയത് ആ വാർത്തകളിലൂടെയായിരുന്നു. അവിടെ നിന്ന് എല്ലാറ്റിൻ്റെയും തുടക്കം ഒരു മാലി വനിതയിൽ നിന്നായിരുന്നു. 32 വയസ്സോളം പ്രായം വരുന്ന മറിയം റഷീദ. മാലിദ്വീപിൽ നിന്നോ ദിവസേന ഒട്ടേറെ പേർ തിരുവനന്തപുരത്ത് വന്നിരുന്ന ഒരു കാലമായിരുന്നു. മാലിദ്വീപുകാർക്ക് ഇന്ത്യയിൽ വരാൻ വിസ ആവശ്യമില്ല. വിസ ഇല്ലാതെ 3 മാസം വരെ ഇവർക്ക് താമസിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയാണ് പലപ്പോഴും മാലിക്കാർ ഇവിടെ എത്തുന്നത്. ബന്ധുവായിട്ടുള്ള ഫൗസിയ ഹസന്റെ മകൾക്ക് ഇന്ത്യയിൽ ഒരു സ്കൂളിൽ പഠിപ്പിക്കുവാൻ സഹായിയായിട്ടാണ് മറിയം റഷീദ അന്ന് ഇവിടെ എത്തിയത്. ഒരു പകർച്ചവ്യാധി മൂലം ഇരുവർക്കും കയ്യിലുള്ള മടക്ക ടിക്കറ്റ് പ്രകാരം മടങ്ങാനായില്ല. കുറേ ദിവസം കൂടി താമസം നീട്ടണമെങ്കിൽ പോലീസിൻ്റെ അനുമതി വേണ്ടുവന്നു. അങ്ങനെ പോലീസിൻ്റെ അനുമതി വേണ്ടുവന്നു. തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിനോട് ചേർന്നുള്ള പോർട്ട് രജിസ്ട്രേഷൻ ഓഫീസ്, അതായത് PRO ഓഫീസ്, ഇങ്ങനെ അനുമതി നൽകുവാനുള്ള അധികാരം അവർക്കുണ്ട്. മറിയം റഷീദ് ആ ഓഫീസിലെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണുന്നു. 1994 ഒക്ടോബർ 8 ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് S. വിജയൻ, സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ, സ്മാർട്ട് വിജയൻ. മറിയം റഷീദ എന്ന മാലി യുവതിയെ കണ്ടപ്പോൾ ഇൻസ്പെക്ടറുടെ മനസ്സിൽ പല സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ പെട്ടെന്ന് വരുന്നു. സംശയം തീരാഞ്ഞ് വൈകുന്നേരത്തോടെ അദ്ദേഹം അവർ താമസിച്ചിരുന്ന തിരുവനന്തപുരം കിഴക്കേക്കോട്ടയ്ക്കടുത്തുള്ള സാമ്രാട്ട് ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തുന്നു. അവിടെ മുറിയിൽ വലിയ പരിശോധനയൊക്കെ നടത്തിയ ഇൻസ്പെക്ടർ മറിയം റഷീദയെ കടന്നു പിടിച്ചു. ആ ISRO ചാരക്കേസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് പോലും. ഇക്കാര്യങ്ങളൊക്കെ അക്കാലത്ത് സാവി എന്ന പേരിൽ മുംബൈയിൽ നിന്നിറങ്ങിയിരുന്ന മാസികയുടെ തിരുവനന്തപുരം ലേഖകനായിട്ടുള്ള J. രാജശേഖരൻ നായർ എഴുതിയ സ്പൈസ് ഫ്രം സ്പേസ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷുഭിതയായ മറിയം റഷീദ ഇൻസ്പെക്ടറെ തള്ളിമാറ്റി ഗെറ്റ് ഔട്ട് എന്ന് ആക്രോശിച്ച് പുറത്താക്കി എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. പക്ഷെ മടങ്ങിപ്പോയ ഇൻസ്പെക്ടർ വിജയൻ അടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. പിറ്റേന്ന് സാമ്രാട്ട് ഹോട്ടലിലെത്തി ഓഫീസ് രജിസ്റ്റർ പരിശോധിച്ച വിജയൻ മറിയം റഷീദ ഹോട്ടൽ ഫോണിൽ വിളിച്ച 2 നമ്പറുകൾ കുറിച്ചെടുത്തു. അതിലൊന്ന് ISROയിൽ ക്രയോജനിക് പ്രോജക്റ്റിൻ്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെതായിരുന്നു. ഒരു കുറ്റാന്വേഷകനെ പോലെ വിജയൻ അന്വേഷണം തുടങ്ങി. മാലി വനിത തിരുവനന്തപുരത്ത് ഹോട്ടലിൽ താമസിച്ച് ISROയിലെ ശാസ്ത്രജ്ഞന്മാരുമായി ബന്ധമുണ്ടാക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനാണ് എന്ന് വിജയൻ കണക്കുകൂട്ടുന്നു. അന്ന് ഒക്ടോബർ 13, ഒക്ടോബർ 20 മടക്കയാത്ര സംബന്ധിച്ചുള്ള വിവരമറിയാൻ വേണ്ടി PRO ഓഫീസിലെത്തിയ മറിയം റഷീദയെ ഇതേ ഇൻസ്പെക്ടർ വിജയൻ തടഞ്ഞു വെക്കുന്നു. പിന്നീട് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നെ കൊടിയ പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും നാളുകളായിരുന്നു അതിനുശേഷം.
മാസങ്ങളോളം നീണ്ട ജയിൽവാസം. ISRO ചാരക്കേസ് കഥകൾ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഓരോ ദിവസവും പുറത്തു വന്നു. ചാരപ്രവർത്തനം നടത്തിയതിന് മാലി വനിത അറസ്റ്റിലായ കാര്യം കമ്മീഷൻ VR രാജീവൻ തിരുവനന്തപുരത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. IB ഉദ്യോഗസ്ഥരും കേരള പോലീസും ഒത്തുചേർന്ന് ചാരക്കേസിന്റെ കഥകൾ ഒരുക്കുന്നു. അങ്ങനെ ആ കഥകൾ ഓരോന്നായി പത്രങ്ങൾക്ക് കൊടുക്കുന്നു, അച്ചടിച്ചു വരുന്നു. ഇതിനിടയ്ക്ക് രമൺ ശ്രീവാസ്തവയുടെ പേരും ചാരക്കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഇതിന് പിന്നിൽ IB ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് സത്യം. ചാരക്കേസിലെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ശ്രീവാസ്തവ എന്നുള്ളത് പത്രങ്ങളിൽ വാർത്തയായിട്ട് വന്നു. അവിശ്വസനീയമായ കഥകളാണ് പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അറബിക്കടലിൽ പാകിസ്ഥാന്റെ ഒരു കപ്പൽ കാത്തുകിടക്കുന്നുണ്ടെന്നും ക്രയോജനിക് സാങ്കേതിക വിദ്യ സംബന്ധിച്ചിട്ട് ISROയിൽ നിന്ന് ചോർത്തിയെടുക്കുന്ന രഹസ്യരേഖകൾ കടത്താൻ വേണ്ടിയിട്ടാണ് ഈ കപ്പൽ അവിടെ വന്നിരിക്കുന്നതെന്നൊക്കെയായിരുന്നു ഒരു റിപ്പോർട്ട്. മറിയം റഷീദ കിടക്കറയിലെ ടൂണ എന്ന് മറ്റൊരു റിപ്പോർട്ട്. ചാരക്കേസിലെ കേന്ദ്ര ബിന്ദു രമൺ ശ്രീവാസ്തവ എന്ന് ഇനിയും അങ്ങനെ പല പല റിപ്പോർട്ടുകൾ വന്നുകൊണ്ട് IG മേൽ കുരുക്ക് മുറുകുന്നുവെന്നും അറസ്റ്റ് ഉടനെന്നുമുള്ള മറ്റു വാർത്തകൾ. അന്നത്തെ ഇന്ത്യ ടുഡേയുടെ ഡൽഹിയിൽ മലയാളം എഡിഷന്റെ ചുമതല ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ ശേഖർ ഗുപ്ത ചാരക്കേസ് വിവരം അന്വേഷിക്കാൻ എപ്പോഴും ഇവിടുത്തെ റിപ്പോർട്ടർമാരെ വിളിച്ചുകൊണ്ടിരുന്നു. അന്വേഷണം നടത്തുന്ന സംഘത്തിൽ വിശ്വസിക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ഇതിനിടയ്ക്ക് CB മാത്യൂസിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. ചാരക്കേസിൻ്റെ അന്വേഷണം അങ്ങനെ കൈമാറുന്നു. അതിലും ഇൻസ്പെക്ടർ വിജയൻ അംഗമാവുകയും ചെയ്യുന്നുണ്ട്. പ്രഗത്ഭനായ കുറ്റാന്വേഷകൻ എന്ന് പേരുകെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു DIG CB മാത്യൂസ്. അങ്ങനെ CB മാത്യൂസുമായി പലപ്പോഴും കൂടിക്കാഴ്ച നടത്താൻ പലർക്കും കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് കുമാരപുരത്തിനടുത്തുള്ള പൂന്തി റോഡിലെ വീട്ടിലെത്തി രാത്രി ഏറെ നേരം സംസാരിച്ച പല പത്രപ്രവർത്തകരുമുണ്ട്. ചാരക്കേസിന് രൂപം നൽകിയ ഇൻസ്പെക്ടർ വിജയനും IB ഉദ്യോഗസ്ഥരും കൂട്ടാളികളുമൊക്കെ തയ്യാറാക്കിയിരുന്ന തിരക്കഥയിൽ ഒരുങ്ങിയ, പക്ഷേ ആ തിരക്കഥയിൽ കാര്യമായ സംശയമൊന്നും പ്രകടിപ്പിക്കാതെ വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും രമൺ ശ്രീവാസ്തവയുടെ പേര് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണ്. ശ്രീവാസ്തവ ദക്ഷിണ മേഖല IG ആണ്. മുഖ്യമന്ത്രി K. കരുണാകരന് ഏറെ ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ ശ്രീവാസ്തവ, രമൺ ശ്രീവാസ്തവ എന്ന് പറയപ്പെടുന്നത്. കരുണാകരൻ്റെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന് രമൺ ശ്രീവാസ്തവയുടെ പേരും ഇതിൽ കാണുന്നു. ഇനി കേരള പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല, കേസ് CBIക്ക് വിടുകയാണ് ഉചിതമെന്ന് ഞാൻ DGPക്ക് നിർദ്ദേശം നൽകുകയാണ്, അല്ലെങ്കിൽ ശുപാർശ ചെയ്യുകയാണെന്ന് CB മാത്യൂസ് പറയുകയും ചെയ്തു. TV മധുസൂദനാണ് DGP. K. കരുണാകരന് വളരെ അടുപ്പമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ. CB മാത്യൂസിൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അന്ന് ഏകദേശം പാതിര കഴിഞ്ഞിരുന്നു. ചാരക്കേസിനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ CB മാത്യൂസിൻ്റെ കയ്യിൽ നിന്നുള്ള രേഖകൾ കിട്ടിയതുകൊണ്ടും അങ്ങനെ വലിയ തുടക്കമായിരുന്നു അതോടൊപ്പം നടന്നത് എന്നുള്ളതാണ്. ഡിസംബർ 1-ാം തീയതി IB ജോയിന്റ് ഡയറക്ടർ മാത്യു ജോണും ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാറും DGP മധുസൂദനെ കാണാൻ വേണ്ടിയിട്ട് അന്ന് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തുന്നു. മുൻകൂട്ടി പറയാതെയുള്ള ഒരു സന്ദർശനമായിരുന്നു അത്. അതായത് ഈ ചാരക്കേസ് CBIക്ക് വിടണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് അതിൻ്റെ തലേന്ന് CB മാത്യൂസ് DGPക്ക് കത്ത് നൽകുകയുണ്ടായി. മാത്യു ജോണും ശ്രീകുമാറും ചെല്ലുമ്പോൾ DGPയുടെ മുറിയിൽ അന്ന് CB മാത്യൂസും DYSP G. ബാബുരാജും അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ശ്രീവാസ്തവയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്യു ജോൺ DGPയോട് ആവശ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യാൻ എന്താണ് തെളിവെന്ന് DGP തിരിച്ചു ചോദിച്ചുവെങ്കിലും എന്തെങ്കിലും തെളിവില്ലാതെ ഒരു IG അറസ്റ്റ് ചെയ്യാൻ തനിക്കാവില്ല എന്ന് CB മാത്യൂസ് ഇടയ്ക്ക് കയറി പറയുകയും ചെയ്തു. മാത്യു ജോൺ വളരെ ദേഷ്യത്തോടു കൂടി CB മാത്യൂസിനോട് പ്രതികരിക്കുന്നു. ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം തെളിവൊന്നുമില്ലാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മധുസൂദനൻ ശക്തമായി മറുപടി പറഞ്ഞതോടെ IB ഉദ്യോഗസ്ഥർ സംസാരം മതിയാക്കി പുറത്തേക്ക് പോകുന്നു. നിലത്താഞ്ഞു ചവിട്ടി രോഷം പ്രകടിപ്പിച്ചതിന് ശേഷമായിരുന്നു അവരുടെ മടക്കം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി K. കരുണാകരനെ കാണാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ അനുമതി തേടി. മുഖ്യമന്ത്രി സമ്മതിച്ചു. അന്ന് വൈകുന്നേരം തന്നെയായിരുന്നു അവരുടെ കൂടിക്കാഴ്ച ക്ലിഫ് ഹൗസിൽ. ചാരക്കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ച് മാത്യു ജോണും RB ശ്രീകുമാറും കരുണാകരനോട് വിശദമായി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്നു, ഒന്നും പറയാതെ ഒന്നും ചോദിക്കാതെ. രമൺ ശ്രീവാസ്തവയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ശ്രദ്ധയോടെ കേട്ടിരുന്നതല്ലാതെ മുഖ്യമന്ത്രി അപ്പോഴും ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ 1994 ഡിസംബർ 2-ാം തീയതി കരുണാകരൻ ഡൽഹിയിലേക്ക് വിളിച്ചു. കരുണാകരൻ ഏറെ സ്വാധീനമുള്ള പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണെന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ പേഴ്സണൽ വകുപ്പിൻ്റെ ചുമതലയുള്ള മാർഗ്രറ്റ് ആൽവയാണ് മറുതലയ്ക്കൽ. ISRO ചാരക്കേസ് ഉടൻ തന്നെ CBI ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി K. കരുണാകരൻ മാർഗ്രറ്റ് ആൽവയോട് ആവശ്യപ്പെടുന്നു. കേന്ദ്ര ഏജൻസികളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു അവർ. കേസ് അന്ന് തന്നെ CBIക്ക് അവർ കൈമാറുന്നു. അങ്ങനെ ഒരു കൈമാറ്റം നടന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പിറ്റേന്നൊരു വലിയ സംഘം CBI ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്നു.
അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ എവിടെയോ പന്തികേടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി മനസ്സിലാകുന്നു. പത്രങ്ങളിൽ കഥകൾ വരുന്നത് നിലച്ചു. കഥകൾ മെനഞ്ഞു നൽകിയിരുന്നവർക്ക് പുതിയ സംഘവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതായിരുന്നതാണ് അതിന് കാരണമായി പറയുന്നത്. ഒരിക്കൽ ശേഖർ ഗുപ്ത ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, CBI ഉദ്യോഗസ്ഥരെ കണ്ടാലോ? പക്ഷേ ഇവിടെ കാണാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. CBI അന്വേഷണം തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അദ്ദേഹം ഡൽഹിയിൽ CBI ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് മറുപടി ലഭിക്കുന്നില്ല. അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് താമസം മാറ്റുന്നു. ജോയിന്റ് ഡയറക്ടർ ML ശർമ്മയാണ് അന്ന് അന്വേഷണത്തിന്, അതായത് CBIയുടെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം DIG PM നായരും. അവിടെ CBI നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ശേഷം പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. ഉദ്യോഗസ്ഥരുമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഫോർട്ട് കൊച്ചിയിൽ അവർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലൊക്കെ മാധ്യമപ്രവർത്തകരടക്കം ചെല്ലുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മുറിയിൽ എപ്പോഴും അവരോട് സംസാരിക്കാൻ കഴിയുന്ന തരത്തിൽ പോലീസും IBയും കെട്ടിപ്പൊക്കിയ ചാരക്കഥകൾ ഓരോന്നായിട്ട് അവർ തെളിവുകൾ നിരത്തി പൊളിച്ചടക്കാൻ തുടങ്ങുന്നു CBI. എല്ലാ ചോദ്യത്തിനും തെളിവുകളോടെ മറുപടി നൽകുന്നു അവർ. പാതിരാവ് കഴിഞ്ഞു നീണ്ട സെഷനുകൾ ഉണ്ടാകുന്നു. ഇടയ്ക്കൊക്കെ കട്ടൻ കാപ്പിയും അങ്ങനെ കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ രാത്രികാലങ്ങൾ പകലുകളാക്കി മാറ്റുന്ന CBIയുടെ അന്വേഷണം. അങ്ങനെ 3 രാത്രികളിലായി IB ഉദ്യോഗസ്ഥരും കേരള പോലീസും കെട്ടിച്ചമച്ച ചാരക്കേസിൻ്റെ കഥകൾ ഓരോന്നായി തകർത്തുകൊണ്ട് ML ശർമ്മയും PM നായരും CBIയുടെ അന്വേഷണം വലിയ തലങ്ങളിലേക്ക് നീട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ പുതിയ കണ്ടെത്തലുകളിലേക്ക്, പുതിയ ഒരു ശ്രേണിയിലേക്ക് പോകുന്നു ഈ ചാരക്കേസ് എന്നുള്ളതായിരുന്നു. അങ്ങനെ ISROയുടെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാരോടും മറ്റുമൊക്കെ പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടേയിരുന്നു CBIയുടെ ഭാഗത്ത്. അവസാനം ചാരക്കഥ വെറും ചാരമായിരുന്നുവെന്ന് സമർത്ഥിക്കുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിയേണ്ടി വന്നു. ചാരക്കേസിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന 4 പേജ് റിപ്പോർട്ടടക്കം പല മാധ്യമങ്ങളും പുറത്തുപിടിപ്പിച്ചു. നിറം പഠിപ്പിച്ച നുണക്കഥകൾ എന്ന തീ കത്തുന്ന തലക്കെട്ടോടെ മലയാളം എഡിഷൻ്റെ സ്റ്റോറികളടക്കം പലരും ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിലായിരുന്ന മറിയം റഷീദയെ പലപ്പോഴും പലരും പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എറണാകുളം CJM കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയായിരുന്നു പലപ്പോഴും വരെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷേ ഈ സംഭാഷണങ്ങളൊക്കെ കസ്റ്റഡിയിലേക്ക് പൂർണ്ണ നഗ്നയായി ജനലിൽ കെട്ടിയിട്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ച കാര്യമടക്കം മറിയം റഷീദ പല മാധ്യമപ്രവർത്തകരോടും വിവരിച്ചിട്ടുണ്ട്. കസേര കൊണ്ട് വിജയൻ തൻ്റെ കാൽമുട്ടിൽ ആഞ്ഞടിച്ചുവെന്നും കസേരയുടെ കാലുകൾ ഒടിഞ്ഞുപോയി എന്നൊക്കെ മറിയം റഷീദ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും നീര് വന്ന് വീർത്തിരുന്ന കാൽമുട്ടുകൾ മറിയം പല മാധ്യമപ്രവർത്തകർക്കും കാട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇതേക്കുറിച്ചെല്ലാം അന്വേഷിച്ച CBI പ്രത്യേക സംഘം തയ്യാറാക്കിയ കുറ്റപത്രം അനുസരിച്ച് ഈ കേസിലെ പ്രധാന പ്രതി അന്നത്തെ S വിജയൻ എന്ന് പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. മാലിക്കാരി മറിയം റഷീദെ കടന്നുപിടിച്ച സർക്കിൾ ഇൻസ്പെക്ടറെ എതിർത്തതിന് പ്രതികാരമായി കെട്ടിച്ചമച്ചതാണ് ചാരക്കേസ് എന്ന് CBIയുടെ കുറ്റപത്രത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ISRO ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി CBIയുടെ അന്വേഷണത്തിൽ കൃത്യമായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2021 ഈ കേസിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള DK ജെയിനെ നിയമിച്ചത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം സുപ്രീം കോടതി വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് CBI ചുമതലപ്പെടുത്തുകയായിരുന്നു. ആ അന്വേഷണത്തിൻ്റെ പരിധി CBIയുടെ കേസിൽ മുൻ DGP ആയിട്ടുള്ള CB മാത്യൂസ്, IB ഉദ്യോഗസ്ഥനായിരുന്ന മുൻ DGP RB ശ്രീകുമാർ, മുൻ IB ഉദ്യോഗസ്ഥനായിട്ടുള്ള PS ജയപ്രകാശ്, മുൻ പോലീസ് SP KK ജോഷുവ എന്നിവരടക്കം പ്രതികളാണ് എന്നുള്ളതാണ്. ഇവർക്കാർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ചാരത്തിൽ നിന്നും ഉയർത്തുണ്ടാക്കിയെടുത്ത ചാരക്കഥ അങ്ങനെ വെറും ചാരമായി മാറി എന്നുള്ളതാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്പിനാരായണൻ അടക്കം ഇന്ത്യക്ക് വേണ്ടി എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയുമായിരുന്നൊരു വലിയ ശാസ്ത്രജ്ഞനെ ഇരുമ്പഴികൾക്കുള്ളിലേക്ക് പൂട്ടിയിടുവാൻ ഈ ചാരക്കേസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി, അമിതമായിട്ടുള്ള ആ കാമാവേശം, ഇതൊക്കെ തന്നെയാണ് ചാരക്കഥ ഉണ്ടാകുവാനുള്ള കാരണങ്ങളെന്ന് അവസാനത്തെ കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട് CBI. മറക്കില്ല ആരും ഈ ചാരക്കേസ്.